ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജാം ട്രിപ്ലെറ്റ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ സ്നാക്ക് തയ്യാറാക്കുന്നത് അമൃതപ്പൊടി കൊണ്ടാട്ടോ. മെഷർമെൻറ്റൊക്കെ ഈ ക്ലാസ്സിലാണ് എടുക്കുന്നത്. ഇവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗ്ലാസ്സിൽ തന്നെ പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മധുരത്തിന് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പിന്നെ മധുരമൊക്കെ ഒരു ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതാട്ടോ നമ്മളെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് കുറച്ച് നേരം അടിച്ച് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഫില്ലിങ്സ് തയ്യാറാക്കാനുണ്ട്. അവിടെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നെയ്യൊന്ന് ചൂടായതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് നേന്ത്രപ്പഴം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. മക്കൾ 3 എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറിയൊരു ഉറക്കം കഴിഞ്ഞിട്ടാണ് എണീറ്റ് ഇങ്ങനെ വന്ന് ഇരിക്കുകയാണ്. അവർ 3 പേര് നല്ല കളിയിലാണ് കേട്ടോ. നമ്മൾ നേന്ത്രപ്പഴം നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് മധുരത്തിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്മെല്ലിനും ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു നുള്ളി ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതായിട്ട് നമ്മളെ ഫില്ലിങ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു അടുപ്പത്തൊരു പാന് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 2 തവി ബാറ്റർ ഒന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഗ്യാസ് മേല ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് കണ്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. ഒന്ന് കറണ്ട് പോയിട്ടോ. കറണ്ട് പോയപ്പോഴാണ് ലേറ്റ് ഒന്ന് പോയത്. കറണ്ട് അല്ല കേട്ടോ, ലേറ്റാണ് പോയത്. നമ്മൾ ദോശ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മളെ ഫില്ലിങ്സ് ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇതൊക്കെ ആയിക്കാണ്ടൊന്ന് മടക്കി വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് വെച്ചാൽ ആ ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ സ്ക്വയർ ഷേപ്പിലാട്ടോ ആക്കി കൊടുക്കണത്. ചട്ടിയിൽ നിന്ന് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അതാണ് എണ്ണ ഒന്ന് പരട്ടി കൊടുക്കണമെന്ന് പറയണത് കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിലും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്ക്വയർ ഷേപ്പിലായിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. വീഡിയോക്ക് കുറച്ച് സ്റ്റെക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ പഴയ ഫോണായതുകൊണ്ടാട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ശരിയാക്കാം. അതുപോലെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ബാക്കിയുള്ളത് ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ പാൽ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓപ്ഷനിലാണ് പാൽ, അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ലോണം മിക്സിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഫില്ലിങ്സ് ഒന്ന് ഇതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ പാനിലിട്ട് കാണും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ ടിപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ശ്രദ്ധയോടെ ടിപ്പ് ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനൊക്കെ സാധ്യത ഉണ്ട്. ഈ ടിപ്പ് ചെയ്യാൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്രഷ് എടുത്ത് കണ്ടൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ്. എല്ലാവർക്കും
ഇഷ്ടപ്പെടുന്നു ഉറപ്പാട്ടോ. അപ്പോൾ അമൃതപ്പൊടി കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് ആട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും വേണം കേട്ടോ. ഇതുപോലെ നല്ല നല്ല വിഭവങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും പോയിക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മക്കളെ 3 പേർക്ക് ഞാൻ അത് കിട്ടാതെ ഇരുന്നാൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പോൽക്ക് ഞാൻ വേഗം കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.